എന്നെപ്പോലെ നിങ്ങളും ഇന്നലെ ഈ ഒരു ന്യൂസ് കണ്ടു കാണും. സ്കൂൾ ബസ് മറിഞ്ഞിട്ട് ഒരു വിദ്യാർത്ഥിനി മരിച്ചു. അപ്പോൾ അമിത വേഗതയിൽ വന്ന സ്കൂൾ ബസ്സാണ്. വളവിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു ആ സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവർ. താൽക്കാലികമായിട്ട് ആ സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറായിട്ട് കയറിയ ആളാണ്, അശ്രദ്ധയാണ്. അങ്ങനെ ഒരു കുറേ വേർഷൻസ് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് പറഞ്ഞു കേൾക്കുന്നത് സ്കൂൾ ബസ്സിൻ്റെ ബ്രേക്ക് പോയതാണ്. ഓക്കെ, പിന്നെ MVD ഉദ്യോഗസ്ഥർ വന്ന് ചെക്ക് ചെയ്ത സമയത്ത് ബ്രേക്കിനും കാര്യങ്ങൾക്കൊന്നും ഒരു വിഷയവും ഉണ്ടായിരുന്നില്ല, എല്ലാം പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ് എന്നുള്ള രീതിയിൽ അവരുടെ ഒരു ഫൈൻഡിങ്സ് അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നോക്കാം. ഇവിടെ എല്ലാ മാതാപിതാക്കൾക്കും ബെസ്റ്റ് സ്കൂൾ ചൂസ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ഏറ്റവും സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള, ഇപ്പം നമ്മളെയൊക്കെ അച്ഛനമ്മമാർ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാം നമുക്ക് നല്ലത് മേടിച്ച് തരും. നമ്മളെ നല്ലതിന് എല്ലാം, നമ്മൾ ആവശ്യപ്പെടുന്ന എല്ലാം പഠിച്ചാൽ മാത്രം മതി. എല്ലാം ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾ കേരളം ഒരുപാട് അഡ്വാൻസ്ഡായി, ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു, എല്ലാം അടിപൊളിയാണ്. കേരളത്തിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് നാട്. മാറാതെ കാണുന്ന, സ്ഥിരമായി കാണുന്നൊരു കാഴ്ചയുണ്ട് കേരളത്തിൽ. അത് സ്കൂളിലേക്ക് കുട്ടികൾ പോകുമ്പോൾ തിക്കിത്തിരക്കി കുട്ടികളെ കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷ, അല്ലെങ്കിൽ ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് ആട്ടിക്കൂട് എന്ന് പറയും, അല്ലെങ്കിൽ വെള്ളിമൂങ്ങ എന്ന് പറയും. അങ്ങനത്തെയൊക്കെ വണ്ടികളുണ്ട്, ചെറിയ ചെറിയ വണ്ടികൾ. ഈ വണ്ടികളിലൊക്കെ കുട്ടികൾ ഇപ്പോഴും നിന്ന് തന്നെ പോകുന്നുണ്ട്. സീറ്റിങ്ങിനേക്കാൾ കൂടുതൽ കുട്ടികൾ നിർത്തി കൊണ്ടുപോകുന്നുണ്ട്. ഓട്ടോ ചേട്ടന്മാർ സൈഡിലും ഫ്രണ്ടിലും കുട്ടികളെ വെച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഈ വെള്ളിമൂങ്ങ മാതിരിയുള്ള വണ്ടികളിൽ കുട്ടികളെ നിർത്തിയിട്ടും ഇരുത്തിയിട്ടും കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് സ്കൂൾ ബസ്സുകളുടെ കാര്യത്തിൽ പിന്നെയും കൂടുതൽ എന്തുണ്ട്, ഒരു ശ്രദ്ധ സർക്കാരും ട്രാൻസ്പോർട്ട് വകുപ്പും വെക്കുന്നതുകൊണ്ട് പല സ്കൂളുകളിലും ഇപ്പോൾ അവരൊരു പാക്കേജ് പറയുന്ന സമയത്തും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഗവൺമെൻറ് സ്കൂളാണെന്നുണ്ടെങ്കിലൊക്കെ അവിടെ നിന്നൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷന്, ആ ഒരു സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷന് കുറച്ചും കൂടി ഒരു അത്യാവശ്യം സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച്, കാരണം ഈ സാധനങ്ങളൊക്കെ ഒരു ടൈം ഇടവിട്ട് RTO MVD ഇവരെയൊക്കെ കാണിച്ച് ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ തെളിയിക്കേണ്ടതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ആയിട്ട് പോകുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഇപ്പോഴും വലിയൊരു മെജോറിറ്റി സ്കൂളിലേക്ക് പോകുന്നത് ഒട്ടും സേഫ് അല്ലാതെയാണ് ഈ കുട്ടികൾ. ഈവൻ മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ടുപോകുന്നത് അടക്കം സ്കൂട്ടീൻ്റെ ഫ്രണ്ടിലൊരാൾ, ബാക്കിലൊരാൾ, അങ്ങനെ പല രീതിയിലാണ്. പിന്നെ മാതാപിതാക്കളാകുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് കൊണ്ടുപോകുമല്ലോ എന്നുള്ളൊരു ധൈര്യം. ബട്ട് സ്റ്റിൽ മാതാപിതാക്കന്മാരുടെ തിരക്ക് കാരണം ചിലപ്പോൾ അവർക്ക് ഹറിയായിട്ട് കൊണ്ടുപോയി വിടേണ്ട സാഹചര്യത്തിൽ അപകടം പറ്റാറുണ്ട്. അങ്ങനെ ചെറിയ മൈനർ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവരും കാണും. എന്താണെങ്കിലും കണ്ണൂർ നടന്ന ഇൻസിഡൻറ്റ് അത് വെരി അൺഫോർച്ചുനേറ്റ് എന്നേ പറയാനുള്ളൂ. കാരണം അത്രയും വലിയൊരു അപകടം, ആ ഒരു വളവ്, ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഒരു ആഘാതം, അതുണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് ആ നാട്ടിൽ ഭയങ്കര വലുതാണ്. കുട്ടികൾക്ക് ഭയങ്കര വലുതായിരിക്കും. ഒപ്പം അതുവരെ പഠിച്ചിരുന്നൊരു കുട്ടി മരിച്ചു. എന്താണെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിനുശേഷം ഈ സ്കൂൾ കുട്ടികളുടെ ഈ സേഫ്റ്റി, സ്കൂളിലേക്ക് കുട്ടികൾ പോകുമ്പോൾ അത് സേഫായിട്ട് അവരെത്തണം എന്നുള്ളത് മാതാപിതാക്കളുടെ കൂടി റെസ്പോൺസിബിലിറ്റിയാണ്, സ്കൂളിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, എന്താണെങ്കിൽ ഈ അപകടം സംഭവിച്ച സമയത്ത് ആ ബസ് ഓടിച്ചിരുന്ന വ്യക്തിയുടെ എക്സ്പ്ലനേഷൻ ആദ്യം കേൾക്കാം. ഇപ്പം നിങ്ങളുടെ അവസ്ഥ എങ്ങനെയുണ്ട്? ആരോഗ്യം ചെറിയ പരിക്കുണ്ട്, ചെറിയ വേദനയും കാലൊക്കെ അവിടുന്ന് ചെറുതായി വരുന്നുണ്ട്. എന്നറിയില്ല, ഇപ്പോൾ ഷോൾഡറിനും കാലിൻ്റെ താഴെയാണ് കടിക്ക് ചെറിയൊരു വേദനയായിട്ട് ഞാൻ അനുഭവപ്പെടുന്നത്. എന്താണ് സംഭവിച്ചത്? ബ്രേക്ക് ഫെയിലാണ്. ബ്രേക്ക് ഫെയിലായപ്പോൾ വണ്ടി വലിയൊരു ഇറക്കായിരുന്നു. താഴെ ഏകദേശം 3/4 ഭാഗം എത്തി. ഒരു ടേണിങ്ങാണ്. ആ ടേണിങ് എത്തുന്നതിന് മുമ്പ് തന്നെ ബ്രേക്ക് നഷ്ടപ്പെട്ടു, ഫെയിലായി. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വലിയ താഴേക്ക് ഒക്കെയാണ്. വണ്ടി ഒരു സേഫ് എന്നൊരു രീതിയിൽ എത്തിക്കാൻ പറ്റിയൊരു സ്ഥലമല്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. എന്നാൽ പരമാവധി ഞാൻ എൻ്റെ ആ ഒരു ശ്രമം നടത്തിയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല, ആയിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. വണ്ടി മറിയുകയാണ് ചെയ്യുന്നത്. ഈ കുട്ടികളെ ബസ്സിന് അടിയിൽ പോയി എങ്ങനെയാണ്? ബേക്കിൽ വിൻഡോ ഒന്ന് ഇല്ല, ഗ്ലാസ് ഇല്ല. അപ്പോൾ അതുവഴിയായിരിക്കാൻ സാധ്യത കൂടുതൽ. ബസ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുമ്പോഴും ആ വഴിയാണ് കുട്ടി ഉണ്ടായിരുന്നത്. അതിൻ്റെ ബസ് ഞാൻ എടുക്കുമ്പോൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു, ബസ് പോക്കാൻ എടുക്കുമ്പോൾ. പക്ഷെ ആ വിൻഡോ ആട്ടെ സൈഡിലാണ് കുട്ടി ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുറത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അപകടം നടന്ന 4/3 സമയത്ത് താങ്കളുടെ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസും വന്നിട്ടുണ്ട്. എന്താണ്
സ്റ്റാറ്റസ് ഞാൻ വെക്കുന്നത് സ്കൂളിൻ്റെ ഉള്ളിൽ നിന്നാണ്. സ്കൂളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ സ്റ്റാറ്റസ് വെക്കുന്നത്. അപ്പോൾ ഫോണിൽ ആകെ ശതമാനം ഉള്ളത് 6%, അത്രയേ ഉള്ളൂ. 6-7% ഫോണിൽ ചാർജ് ഉള്ളൂ. അപ്പോൾ സ്കൂളിൽ പരിപാടി നടന്നു കൊടുക്കുമ്പോൾ അതും വാട്സപ്പ് ലൈവായിട്ടാണ് ഞാൻ സ്റ്റാറ്റസ് വെക്കുന്നത് തന്നെ. അല്ലാണ്ട് ഞാൻ ക്യാമറ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ഇടുന്നതല്ല. ലൈവായിട്ട് വാട്സപ്പിൽ തന്നെ ഇടുന്ന ഫോട്ടോ ആണ്. അത് അപ്ലോഡ് ആയത് ചിലപ്പോൾ ആ ടൈമിനായിരിക്കും. ചിലപ്പോൾ അവിടെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം ഓൾറെഡി എൻ്റെ ഫോണിനുണ്ട്, പിന്നെ അവിടെ കുറവ് തന്നെയാണ്. പിന്നെ ചിലപ്പോൾ അപ്ലോഡ് ആയത് ആ സമയത്തായിരിക്കാൻ സാധ്യത കൂടുതൽ. ഞാൻ പിന്നെ അത് ചെക്ക് ചെയ്യില്ല. പിന്നെ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നു. ഇതിന് മുമ്പ് ഈ ബ്രേക്കിന് അതേ ഇറക്കം തന്നെ ഇതിന് മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ബ്രേക്കിൻ്റെ. പിന്നെ ഞാൻ വണ്ടി എടുക്കാനില്ല. കുട്ടികൾ വേറെ വണ്ടി വിളിച്ചിട്ട് കുട്ടികൾ വേറെ വണ്ടിയിൽ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്നത്. 2012 മുതൽ അതിന് മുന്നേ എടുക്കുന്നത്. 2012 മുതൽ ഹെവി ആക്കിയിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ എടുക്കുന്നുണ്ട് വണ്ടി, ബില്ലുണ്ടെങ്കിൽ എടുക്കുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യക്തി മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ എന്താണെങ്കിലും നോക്കേണ്ട ഒരു കാര്യമാണ്. 2 രീതിയിലാവാം. ഒരു പക്ഷേ ആ ടൈമിൽ കയ്യിൽ ഫോൺ എടുത്ത് ഉപയോഗിച്ച് സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്ത് പെട്ടെന്ന് വളവെത്തിയപ്പോഴത്തേക്ക് ഇത്രയും സ്പീഡ് ഉണ്ടായിരുന്നു, കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരവസ്ഥ അങ്ങനെ വരാം. അത് അശ്രദ്ധയാണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് മുറിയിൽ നിന്ന് സ്കൂളിൽ നിന്ന് ചാർജ് കുറഞ്ഞ സമയത്ത് അപ്ലോഡ് ആക്കാൻ വെച്ചൊരു ഡാറ്റ. ഈ ലോ പവർ മോഡിലൊക്കെ ഫോൺ പോകുന്ന സമയത്ത് നമുക്കറിയാം ഒരു സാധനം അപ്ലോഡ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് സമയം പിടിച്ച് അപ്ലോഡ് ആവും. സോ അത് ആ കറക്റ്റ് ടൈമിൽ വണ്ടി പറഞ്ഞ സമയത്ത് അപ്ലോഡ് ആയതാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കട്ടെ അതിൻ്റെ വഴിക്ക്. അപ്പോൾ മൊബൈലും സ്റ്റാറ്റസും അപ്ലോഡൊക്കെ ഒരു സൈഡിൽ. ഇതിൽ ഇയാൾ പറഞ്ഞ കുറേ കാര്യങ്ങളൊന്നും മീഡിയ ഡിസ്കസ് ചെയ്യുന്നില്ല. സ്കൂൾ ബസ്സിൻ്റെ ബാക്കിലെ വിൻഡോ ഇല്ലാത്ത സീറ്റ് എമർജൻസി എക്സിറ്റ് ആവുമോ? കാരണം സാധാരണ രീതിയിൽ ഒരു സ്കൂൾ ബസ്സിന് നോർമൽ ബസ് പോലെയല്ല 1, 2, 3, 4 ഇരുമ്പിൻ്റെ പൈപ്പുകൾ കൊടുക്കും സൈഡിൽ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇനി അറിയാം നിങ്ങൾക്ക്. അങ്ങനെ അല്ലാത്ത ബസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്കൂളിൻ്റെ ഏതാണോ സ്കൂൾ അതിൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് ചോദിച്ചാൽ മതി എന്ത് പ്രൊട്ടക്ഷനാണ് കുട്ടികൾക്കുള്ളതെന്നുള്ളത്. കാരണം ചെറിയ മക്കളല്ലേ പോകുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു സാധാരണ നോർമൽ ബസ്സിൻ്റെ ഒരു വിൻഡോൻ്റെ അവിടെ ഒരു 4 റോ എങ്കിലും പൈപ്പ് കൊടുത്താലേ അത് സേഫായിട്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സാവണമെങ്കിലും അത് വേണമെന്ന് തോന്നുന്നു. എന്താണെങ്കിലും പുതിയ ബസ്സുകൾക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പഴയ സെറ്റപ്പിൽ ഓടുന്ന സാധനങ്ങൾക്ക് ഇപ്പോഴും ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ബസ്സിന് അങ്ങനെ ഒരു ഇതുള്ളപ്പോൾ ബാക്കിൽ ഒരു വിൻഡോ ഇല്ല എന്ന് പറയുമ്പോൾ അത് മേ ബി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എമർജൻസി എക്സിറ്റിൻ്റെ അവിടെ ചിലപ്പോൾ ഒരു വിൻഡോ കാണില്ലായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ഇത് കാണില്ലായിരിക്കണം, പൈപ്പ് കാണില്ലായിരിക്കണം. എന്നാലും അവിടെ ഗ്ലാസ് വേണം. അപ്പോൾ ഈ സ്കൂൾ ബസ്സിന് അവിടെ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നോ, ആ വിൻഡോ ഇല്ല എന്നുള്ളതിനെ കൊണ്ട് ഈ ഡ്രൈവർ എന്തുദ്ദേശിച്ചു എന്നുള്ളതിനെ കുറിച്ചൊരു അന്വേഷണമോ അല്ലെങ്കിൽ അത് മീഡിയാസ് എവിടെയും സംസാരിക്കുന്നില്ല. പിന്നെ ഇയാൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ബസ് അപകടം ഉണ്ടാവുന്നതിന് മുമ്പും അതേ വളവിൽ വെച്ച് ഇതേപോലൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. ആ ദിവസം ഇതേപോലെ കുട്ടികൾ വേറൊരു ബസ്സിൽ പോയി എന്ന് തന്നെയാണ് ക്ലിയർ ആയിട്ട് ഇയാൾ സംസാരിക്കുന്നത്. ഇതേ വളവിൽ കുട്ടികളെ ഇറക്കി വിട്ടിട്ട് വണ്ടി എടുക്കാതെ കുട്ടികൾ വേറെ വണ്ടി വിളിച്ചിട്ട് പോയി എന്നാ ഡ്രൈവർ പറയുന്നു. പക്ഷേ MBD ഓഫീസർ വന്നിട്ട് പറയുന്നത് ആ ബസ്സിന് ബ്രേക്ക് ഫെയിലിയർ ഇല്ല, ബ്രേക്ക് പിടിച്ചതായിട്ടുള്ള പാട് റോഡിൽ കാണുന്നു. ബ്രേക്ക് പമ്പ് ചെയ്ത് പിടിക്കുമ്പോഴാണ് റോഡിൽ പാട് വരിക. അപ്പോൾ ബ്രേക്ക് ഉണ്ട്. ഇപ്പോൾ അശ്രദ്ധയാണോ അതോ ബസ്സിനുള്ള വിഷയങ്ങളുണ്ടോ, ബസ്സിന് ഏതെങ്കിലും രീതിയിൽ കുഴപ്പങ്ങളുണ്ടോ, ബ്രേക്ക് ഫെയിലിയർ ആവാൻ എന്തെങ്കിലും ചാൻസുകൾ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ എക്സാമിനേഷൻ ഇവിടെ വേണം എന്നുള്ളതാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ആൻഡ് ഈ ഒരു ബസ് ഡ്രൈവറെ ഏത് സാഹചര്യത്തിൽ, ഞാൻ ഇന്നലെ ഒരു ന്യൂസിൽ കണ്ടു, ഈ ബസ് ഡ്രൈവറെ താൽക്കാലികമായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ബസ്സിൽ പോകുന്ന ഒരാളാണ്, ഇയാളെ പണി വേറെയാണ്, ഇയാൾ ആ ദിവസം താൽക്കാലികമായി പോയതാണെന്ന് കണ്ടു. അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കും തടയ്ക്കൊക്കെ പോകുന്ന ഒരാളാണെന്നുള്ളൊരു ബൈറ്റൊരു വ്യക്തി കൊടുക്കുന്നതായിട്ട് കണ്ടു. അതോ ഇയാൾ സ്ഥിരം ആ സ്കൂളിലെ ഡ്രൈവറായിട്ട് തന്നെ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ക്ലാരിറ്റി വേണം. എന്തുകൊണ്ടോ ഈ കാര്യങ്ങൾ ഡീറ്റെയിലിംഗ് വരാത്തത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. സ്കൂൾ ഏതാണെന്നുള്ള ഡീറ്റെയിലിംഗ് ഇല്ല. സ്കൂൾ ഏതാണോ, സ്കൂൾ ബസ് ഏത് സ്കൂളിൻ്റെ ആണോ എന്നുള്ള അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. ഇവിടെ വിൻഡോ ഇല്ല എന്ന് പറയുന്നു. എനിക്ക് എന്താ പറയുക ക്യൂരിയോസിറ്റി വന്നത്, ഇവിടെ വിൻഡോ ഇല്ല എന്ന് പറയുന്നു. സെയിം ബസ്, സെയിം സ്കൂളിൻ്റെ ബസ്, സെയിം സിറ്റുവേഷനിൽ ബ്രേക്ക് പോയിട്ട് നിർത്തി കുട്ടികൾ വേറെ ഇതിൽ പോയി എന്ന് പറയുന്നു. അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് എന്തോ എവിടെയോ ഇതെല്ലാം കൂടി ഇനിയിപ്പോൾ ഒറ്റ ഡയമെൻഷനിൽ ഡ്രൈവറുടെ മേത്തേക്ക് ഇടും എന്ന് പറഞ്ഞ് പോകുന്ന പോലെ ഉണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട്.
എവിടെയോ എന്തൊരു ഫൗൾ പ്ലേ നടന്നു ഒരു സംശയം, നമുക്ക് ക്യൂരിയോസിറ്റി മാത്രമാണ്. കാരണം ബസ്സിൻ്റെ ഫിറ്റ്നസ് അതെങ്ങനെ, അത് പിഴവ് സംഭവിച്ചിട്ടുണ്ടോ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന്? ആൻഡ് ഇവിടെ ഫിറ്റ്നസ് ടെസ്റ്റിനെ കുറിച്ചിട്ട് MBD ഓഫീസർ ഈ ബസ് എക്സാമിൻ ചെയ്തതിന് ശേഷം സംസാരിക്കുന്നുണ്ട്. നമ്മൾ പ്രാഥമികപരമായിട്ട് നോക്കുകയാണെങ്കിൽ ടയർ മാർക്കിംഗ് കാണുന്നുണ്ട്, അവിടെ ബ്രേക്ക് ചെയ്തതിൻ്റെ പാട് കാണുന്നുണ്ട്. ടയർ മാർക്കിംഗ് ഉള്ളതുകൊണ്ട് ബ്രേക്കിന് പ്രത്യക്ഷത്തിൽ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലയെന്നാണ് മനസ്സിലായത്. ഡ്രൈവറുടെ ഓവർ സ്പീഡാണെന്ന് അതേപോലെ CCTV ദൃശ്യം കണ്ടു. അതിലും അത്യാവശ്യം മനസ്സിലാവുന്നത് ഡ്രൈവർ നല്ല സ്പീഡിലായിരുന്നു. വാഹനം ആ ഒരു ടേണിങ് അശാസ്ത്രീയമായ രീതിയിലുള്ള ടേണിംഗ് ആണ്. ആ രൂപത്തിലാണ് അവിടെ റോഡിൻ്റെ ഡിസൈൻ ഉള്ളത്. ഇല്ല, ഫിറ്റ്നസ് ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയ ഓർഡർ പ്രകാരം ഫിറ്റ്നസ് ഏകീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊരു 3 മാസത്തേക്ക്. പക്ഷേ ഞങ്ങൾ ചെക്കിങ്ങിനിടയിലൊക്കെ ഇതേപോലുള്ള മെക്കാനിക്കൽ അൺഫിറ്റായ വാഹനങ്ങൾ ചെക്ക് റിപ്പോർട്ട് ചെയ്ത് വാഹനം കാര്യങ്ങൾ അത് റെഡിയാക്കിയതിന് ശേഷം മാത്രമേ സർവീസ് നടത്താൻ നിർദ്ദേശം കൊടുക്കാറുണ്ട്. ഈ വാഹനം ഡിസംബർ 29 ഇതിൻ്റെ ഫിറ്റ്നസ് ഡേറ്റ് കാലാവധി കഴിഞ്ഞതാണ്. അതിപ്പം പുതിയ നിർദ്ദേശപ്രകാരം ഫിറ്റ്നസിൻ്റെ ഡേറ്റ് ഏകീകരിച്ച് കൊടുത്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഏപ്രിൽ മാസത്തിനുള്ള അത് ആ രൂപത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അത് നിലവിൽ വാഹനം നമ്മളോട് ചെക്കിങ്ങിൽ അത് കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് വാഹനത്തിൻ്റെ ഫിറ്റ്നസ് റെക്കോർഡിക്കലായി ഫിറ്റ്നസ് ഇല്ല. അത്യാവശ്യം മെക്കാനിക്കൽ കണ്ടീഷനൊക്കെ ഓക്കെയാണ് വണ്ടിയുടെ നിന്ന് പ്രത്യക്ഷത്തിലുള്ള മനസ്സിലായത്. ആ വാഹനം 2000 മോഡല്. ഒരു കാര്യം, ഈ വാഹനത്തിന് അപകടത്തിലേക്ക് നയിച്ചത് ഡ്രൈവറുടെ പിഴവ് മാത്രമാണ്. വണ്ടിയാണ് പ്രത്യക്ഷത്തിൽ ഓവർ സ്പീഡായിട്ടാണ് മനസ്സിലാവുന്നത്. ഇനി ബാക്കിയുള്ള പരിശോധന നടന്നതിന് ശേഷം പറയാൻ പറ്റുള്ളൂ. സ്റ്റേഷനറി ആയിട്ട് നമുക്ക് അത്രയും പരിശോധിക്കാൻ. ഈ MBD ഉദ്യോഗസ്ഥൻ സംസാരിച്ചത് കേട്ടപ്പോൾ തന്നെ ഇന്നലെ എനിക്ക് ഇങ്ങനെ ഡൗട്ട് അടിക്കുന്നുണ്ട് എൻ്റെ മൈൻഡിൽ. ഡിസംബറിൽ ഫിറ്റ്നസ് കഴിഞ്ഞൊരു വണ്ടി, അപ്പോൾ റെക്കോർഡിക്കലി വണ്ടിക്ക് ഫിറ്റ്നസ് ഇല്ല, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു എന്ന് പറയുന്നു. സർക്കാരിൻ്റെ എന്തോ നിയമമൊക്കെ പറയുന്നു. റെക്കോർഡിക്കലി ഇതിന് ഫിറ്റ്നസ് ഇല്ല. ആൻഡ് ഏകദേശം 14 വർഷം പഴക്കമുള്ളൊരു വണ്ടി. 2011 എന്നാണ് അദ്ദേഹം അങ്ങനെ അടിയിൽ നോക്കി പറഞ്ഞതായിട്ട് എനിക്ക് ഇന്ന് ക്ലിയർ ആയത്. എന്താണെങ്കിലും 10-14 വർഷം പഴക്കമുള്ളൊരു ബസ്. ആ ബസ് ഡിസംബറിൽ ഫിറ്റ്നസ് തീരുന്നു. റെക്കോർഡിക്കലി ഫിറ്റ്നസ് തീരുന്നു. ഫിറ്റ്നസ് തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി പിന്നെ ഓടിക്കാനോ ഓടാനോ പാടില്ല. ഇനി എന്ത് നിയമമോ എന്ത് കാര്യമോ, ഇപ്പോൾ ഫിറ്റ്നസ് തീരുന്നൊരു സാധനം പിന്നെ എങ്ങനെ എടുത്ത് ഓടിക്കാൻ പറ്റും? അതിന് പെർമിഷൻ കൊടുക്കാൻ പാടില്ല. എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ ചെയ്തിട്ടുണ്ടോ, വേറൊരു ഡേറ്റിലേക്ക് മാറ്റി കൊടുക്കാനെങ്കിലും ഇത് എക്സാമിൻ ചെയ്യണമല്ലോ. വണ്ടി എങ്ങനെയാണ്, ഇപ്പോൾ ഫിറ്റാണോ റൺ ചെയ്യാൻ? റെക്കോർഡിക്കലി ഫിറ്റ്നസ് ഇല്ല, പക്ഷേ വണ്ടി ഓക്കെ കണ്ടീഷൻ എന്നുള്ളതാണ് MBD പ്രാഥമികമായിട്ടുള്ള നോട്ടത്തിൽ പറയുന്നത്. അതെങ്ങനെ നിങ്ങൾ ആലോചിക്കുക. ഞാൻ പറയാലോ, ഇത് ഇറ്റ്സ് വെരി ഈസി. ഇപ്പോൾ എന്നെ ഒന്ന് പൊങ്കാലിടുന്നവർ കാണും, ഇപ്പോൾ ഡ്രൈവറുടെ വാട്സപ്പ് സ്റ്റാറ്റസ്. പക്ഷെ ആ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടതിലും ഇവിടെ ഒരു കോൺസ്പിറസി പറയാൻ പറ്റില്ലേ? അയാൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അയാളുടെ ഫോണിൽ 5-6% സ്ഥലത്ത് ആ സ്കൂളിൽ നിന്ന് അയാൾ ആ ഒരു ഫോട്ടോ വീഡിയോ, അതായത് നമ്മളൊരു ഇമേജ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതല്ല, അയാൾ ആ വാട്സാപ്പിൻ്റെ ക്യാമറയിൽ തന്നെ ഒരു സാധനം ക്ലിക്ക് ചെയ്യുന്നു. അത് വീഡിയോ ആണോ ഫോട്ടോ ആണോ നമുക്ക് ക്ലിയർ ഇല്ല. ഒരു സാധനം അപ്ലോഡ് ചെയ്യാൻ ഇടുന്നു. ബാറ്ററി ഇല്ലാത്തൊരു ഫോണിൽ ലോ പവർ മോഡ് ചിലപ്പോൾ ഓൺ ആവാം, ഡാറ്റ ചിലപ്പോൾ പതിയെ അപ്ലോഡ് ആവാം, ചിലപ്പോൾ ആ ഒരു കോയിൻസിഡൻസ് ആവാം, ചിലപ്പോൾ അത് ഇല്ലെങ്കിൽ അയാളുടെ അശ്രദ്ധ തന്നെയാണ് വെച്ചോ. അയാളുടെ അശ്രദ്ധ 100%, അയാളെ പണിഷായിട്ട് അത് എന്താണെങ്കിലും നിയമപരമായിട്ട് അയാൾക്ക് കിട്ടേണ്ട എല്ലാ മനഃപൂർവ്വമായ നരഹത്യൻ്റെ കേസ് എടുത്തോട്ടെ, വിഷയമല്ല. പക്ഷേ ആ ഒരു ആംഗിളിൽ മാത്രം അന്വേഷണം നടന്നാൽ മതി. 10-14 വർഷം പഴക്കമുള്ളൊരു ബസ്, ഡിസംബറിൽ ഫിറ്റ്നസ് ഇല്ലാത്തൊരു ബസ്. ആൻഡ് ആ ഡ്രൈവർ പറയുന്നു ആ ബസ്സിന് ഇതിനു മുമ്പും അതേ വളവിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നാണെന്ന്, കുട്ടികളെ ഇറക്കിയെടുത്താണ് ഇയാൾ ബസ് എടുക്കാതിരുന്നതെന്ന് പറയുന്നു. ഈ കുട്ടി, മരണപ്പെട്ട കുട്ടി ഇരുന്ന സൈഡിൽ അവിടെ വിൻഡോ ഇല്ല എന്ന് പറയുന്നു. ഇതിൽ വേറെ എന്തൊക്കെയോ ദുരൂഹത എനിക്ക് തോന്നുന്നുണ്ട്. സ്കൂളിൻ്റെ പേരില്ല, ഏതാ സ്കൂളിൽ നിന്നില്ല, അങ്ങനത്തെ ഒരു ഡീറ്റെയിലിങ്ങും ഞാൻ എവിടെയും കണ്ടതുമില്ല. അതിനെക്കുറിച്ച് ആരും ഡിസ്കസ് ചെയ്യുന്നില്ല. ഐ ഡോണ്ട് നോ, ചിലപ്പോൾ എൻ്റെ ക്യൂരിയോസിറ്റി ആയിരിക്കാം. എനിക്കിങ്ങനെ തോന്നലുകൾ വരുന്നൊരു മനുഷ്യനാണ് ഞാൻ പറയാൻ മടിക്കാറുമില്ല. എനിക്കെന്തോ എല്ലാ മീഡിയാസും ഒറ്റയടിക്ക് ഓക്കെ ഡ്രൈവറുടെ അശ്രദ്ധ എന്നാന്ന് വെച്ചാൽ എഴുതി തള്ളൻ. ഡ്രൈവറുടെ മാത്രം അശ്രദ്ധയാണോ? സിസ്റ്റത്തിന് ഒരു അശ്രദ്ധയില്ലേ? ഒരു സ്കൂളിൽ 10-14 വർഷം പഴക്കമുള്ളൊരു ബസ്സാണോ കുട്ടികളെ കൊണ്ടുപോകണ്ടേ?
ഒരു സ്കൂൾ മിനിമം ഞാൻ പറയുമ്പോൾ ഒരു സേഫ്റ്റി ഗൈഡ് ലൈൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു ബസ്സൊക്കെ ഒരു 5 കൊല്ലം, പിന്നെ അത് വിറ്റിട്ട് അത് വേറെ പരിപാടിക്ക് ഉപയോഗിച്ചു കൂട്ട്. പിന്നെ ഇവിടെ മോഡിഫിക്കേഷൻ പരിപാടിയൊന്നും പറ്റുന്നില്ലല്ലോ, അതിന് സമ്മതിക്കില്ല. ശരിക്കും മോഡിഫിക്കേഷനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പഴകിയ വണ്ടിയാണോ അത്രത്തോളം ആ വണ്ടിയുടെ മുകളിലേക്ക് പുതിയ സാധനങ്ങൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് അതിനെ ഒന്നുകൂടി സേഫ് ആക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിന് സമ്മതിക്കുന്നില്ല അവിടെ. എനിക്കെന്തോ ആകെ മൊത്തം ഇതൊരു 1 ഡയമെൻഷൻ ആ ഡ്രൈവറിൻ്റെ തലയിൽ മാത്രമായിട്ട് പോവുകയാണോ എന്നുള്ള നിലയ്ക്കൊരു, ഇന്ന് ഡ്രൈവറിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറയുന്നു. ബട്ട് സ്റ്റിൽ എന്തൊക്കെയോ ഒരു പുകമറ. നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ, എന്തെങ്കിലും നിങ്ങൾക്കും ഇതിന്ന് തോന്നലുകൾ വന്നോ എന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ന്യൂസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ. ഞാൻ പാരൻസിനോടാണ് പറയുന്നത്, നിങ്ങൾ മക്കൾക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ ഏറ്റവും നല്ല സ്കൂളിൽ കൊണ്ടുപോയാക്കും, ഏറ്റവും നല്ല പ്രൊഡക്ട്സ് മേടിച്ച് കൊടുക്കും, ഏറ്റവും നല്ല ട്യൂഷൻ കൊടുക്കും, എല്ലാം നിങ്ങൾ കൊടുക്കും. എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ കുട്ടി സേഫ് അല്ലാത്ത ഏറ്റവും വലിയ സിറ്റുവേഷൻ എന്ന് പറയുന്നത് റോഡിലാണ്. കുട്ടി സ്കൂളിൽ പോയി വരുന്ന ടൈമാണ്. സോ ആ ടൈം നിങ്ങളെ കുട്ടിക്ക് ഏറ്റവും സേഫായിട്ടുള്ളൊരു ട്രാവലിംഗ് മെത്തേഡ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ സ്കൂളിൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും സേഫാണെന്ന് നിങ്ങൾ കണ്ട് വിലയിരുത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളാണ് കൊണ്ടുപോയി വിടുന്നതെന്നുണ്ടെങ്കിലും മേക്ക് ഷുവർ കുട്ടികൾ സേഫായിട്ടാണ് റോഡിൽ പോകുന്നത്, സ്കൂളിലെത്തുന്നത്, തിരിച്ചു വരുന്നത്.